ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് സമയം ഏതെന്നറിയാമോ? അത് നമ്മുടെ നിശബ്ദതയിൽ, നമ്മുടെ ഏകാന്തതയിൽ, അതിരാവിലെയോ നട്ടുച്ചയ്ക്കോ പാതിരാത്രിയിലോ നമ്മളും ദൈവവും മാത്രമുള്ള സമയത്താണ് ഏറ്റവും അധികം ദൈവം നമ്മളോട് സംസാരിക്കാറുള്ളത്. ഭക്തരായ പല മനുഷ്യരുടെയും ജീവിതാനുഭവത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ, മരുഭൂമിയുടെ അനുഭവത്തിലൂടെ അവർ കടന്നുപോയപ്പോൾ, തനിച്ച് ആരുമില്ലാതെ കടന്നു പോയപ്പോഴാണ് അവരുടെ എല്ലാം ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തി നടന്നതായിട്ട് കാണുവാനും കേൾക്കുവാനും നമുക്ക് കഴിയുന്നത്. പലപ്പോഴും അങ്ങനെയാണെന്നേ, ദൈവവും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ തനിച്ചായിരിക്കുന്ന സമയത്ത് നമ്മളെ തനിച്ചാക്കി പോകുന്ന ഒരു ദൈവമല്ല. ആ സമയത്ത് നമ്മെ ചേർത്ത് പിടിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ഓരോരുത്തരും സേവിക്കുന്നത്. ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആൾക്കൂട്ടത്തിൽ തനിച്ച് ആകുന്നതിനേക്കാൾ ദൈവസന്നിധിയിൽ തനിച്ച് ആകുന്ന സമയം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവസന്നിധിയിൽ തനിച്ചാകുവാൻ തയ്യാറായാൽ ആൾക്കൂട്ടത്തിലും ഒരു പുരുഷാരത്തിലും ഒരു മനുഷ്യന്റെ മുന്നിലും തല കുനിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. അതെ, അല്പസമയം നമുക്ക് ഏകാന്തതയിലായിരിക്കാം, അല്പസമയം നമുക്ക് ദൈവവുമായിട്ട് ആയിരിക്കാം. അവിടെയാകട്ടെ ആശയവിനിമയങ്ങൾ പുറത്തോട്ട് വരുന്നത്, ദൈവം തന്റെ പദ്ധതികൾ നമ്മിലൂടെ അറിയിക്കുന്നത്. ഗോഡ് ബ്ലസ് യു.